ലൈംഗികാരോപണ വിധേയനായ പാസ്റ്റർ സോളമൻ കോട്ടയത്തിനെതിരെ കൂടുതൽ തെളിവുകൾ. ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടില്ല എന്ന് പറയാൻ പാസ്റ്റർ യുവതിയെ നിർബന്ധിക്കുന്ന ശബ്ദസന്ദേശം പുറത്ത്. പ്രാർത്ഥനയ്ക്ക് എത്തിയ വീട്ടിലെ വിധവയായ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ വാർത്ത ജനം ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത്. പാസ്റ്റർ സോളമൻ കോട്ടയത്തിനെതിരായ ലൈംഗികാരോപണത്തിൽ കൂടുതൽ തെളിവുകൾ. ജനം ടിവി വാർത്തയ്ക്ക് പിന്നാലെ ഇരയായ യുവതിയെ ഫോണിൽ വിളിച്ച സോളമൻ ആദ്യം മാപ്പ് പറയുകയും പിന്നീട് ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടില്ല എന്ന് പറയാൻ യുവതിയെ നിർബന്ധിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇയാളുടെ നിർബന്ധത്തിന് യുവതി വഴങ്ങിയില്ല. ശാരീരികമായും സാമ്പത്തികവുമായി നടത്തിയ ഉപദ്രവങ്ങളെപ്പറ്റി യുവതി ശബ്ദ സന്ദേശത്തിൽ കൃത്യമായി പറയുന്നു. പിന്നെ അതൊക്കെ അറിയാം. എന്നോട് പറയാതെ ഞാൻ ശനിയാഴ്ച ഇനി വരാമെന്നും പറഞ്ഞു. നമുക്ക് ശാരീരികമായി ബന്ധപ്പെടണം, ഇതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പക്ഷെ പുറത്ത് പറയുന്നില്ല. വിളിച്ചതുകൊണ്ട് ഞാൻ പുറത്ത് പറഞ്ഞു. എന്റെ ഫോണിൽ എല്ലാം റെക്കോർഡുണ്ട്. മാത്രമല്ല എന്നെ ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല, അവിടെ നിൽക്കട്ടെ. പ്രാർത്ഥനയ്ക്കെത്തിയ വീട്ടിലെ വിധവയായ യുവതിയെയാണ് സോളമൻ കയറി പിടിച്ചത്. തന്റെ ഭാര്യ അസുഖബാധിതയായി മരിക്കാറായെന്നും തന്നോടൊപ്പം ജീവിക്കണമെന്നും ഇയാൾ യുവതിയോട് ആവശ്യപ്പെട്ടിരുന്നു. ലൈംഗിക അതിക്രമണ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ജനം ടിവിക്ക് നേരെ ഇയാളും ഇയാളുടെ അനുയായികളും തുടർച്ചയായി സമൂഹമാധ്യമങ്ങളിലൂടെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. പിന്നാലെയാണ് സത്യാവസ്ഥ തെളിയിക്കുന്ന കൂടുതൽ ശബ്ദ സന്ദേശ തെളിവുകൾ ഇരയായ യുവതി തന്നെ പുറത്തുവിട്ടത്. ജനം, പത്തനംതിട്ട.